ആരെയും കുറ്റപ്പെടുത്തലല്ല ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ആരെയും കുറ്റപ്പെടുത്താനാണ്? അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് തന്നെ എന്താണ് പ്രയോജനമുള്ളത്? ഒരു പ്രയോജനവുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇവനെന്തൊരു തന്തവൈബാണെന്ന് തോന്നാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. സംടൈംസ് തന്ത വൈബ് മേക്സ് സെൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ തന്ത വൈബും മേക്സ് സെൻസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ തന്ത വൈബ് മേക്സ് സെൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമുക്ക് ഏത് സിനിമ നടനെ വേണമെങ്കിലും ഇഷ്ടപ്പെടാം. ഏത് സിനിമ നടൻ്റെ ഫാനും നമുക്ക് ആവാം. ഒരു കുഴപ്പമില്ല. അവരുടെയൊക്കെ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൻ്റെ അകത്തേക്ക്, ആ ഹോളിലേക്ക് കയറിയതിന് ശേഷം പടം തുടങ്ങുന്ന സമയത്ത് നമുക്ക് കയ്യടിക്കാം, ബഹളം വയ്ക്കാം, ആർപ്പ് വിളിക്കാം. അതൊക്കെ ഒരു രസമാണ്. നല്ല രസമുള്ള പരിപാടിയാണ്, നല്ല വൈബുള്ള പരിപാടിയാണ്. അതൊന്നും തെറ്റാണ് എന്നൊരു അഭിപ്രായം എനിക്ക് ആക്ച്വലി ഇല്ല. ഇതെല്ലാം നമുക്ക് ചെയ്യാം. ആവേശം നല്ലതാണ്. പക്ഷേ ഈ ആവേശം അതിര് കടന്ന വലിയ പ്രശ്നമാണ്. ഈ ആവേശം എക്സ്ട്രീം ആകുമ്പോഴേ, ഈ എക്സൈറ്റ്മെൻറ്റ് എക്സ്ട്രീം ആവുന്ന സമയത്ത് ചില ആളുകൾക്ക് ഇതെന്താ ചെയ്യണേ എന്നൊരു ബോധം ഉണ്ടാവില്ല. ചില ആൾക്കാരുടെ കാര്യം പറയണം, എല്ലാവരും പറയുന്നില്ല. ചില ആൾക്കാർക്ക് അവനവനെന്താ കാണിക്കുന്നത്, അവനവൻ കാണിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഉപദ്രവമാവുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പലരും ചിന്തിക്കത്തില്ല. ചിലപ്പോൾ ഈ എക്സ്ട്രീം ആവേശം മൂത്തിട്ട് കാണിക്കണവന് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും തകരാറ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഈ ആവേശമൊക്കെ കാണിച്ച്, ആവേശം എന്നല്ല, ഒരു എക്സ്ട്രീം ആവേശവും എക്സ്ട്രീം എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നഷ്ടം വന്നാൽ ആർക്ക് നഷ്ടം? അവനവന് നഷ്ടം, അവനവന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നഷ്ടം. അത്രയേ ഉള്ളൂ. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളോ അവരടുത്ത പടമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവും. അവർ കാശൊക്കെ ഉണ്ടാക്കി സന്തോഷമായിട്ട് മുമ്പോട്ട് പോവും. ചിലപ്പോൾ നമ്മൾ വല്ല ഫാൻ ഷോവിനൊക്കെ പോയി അവിടെ നിന്നൊക്കെയാണ് വല്ല അബദ്ധമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നടൻ നമ്മുടെ വീട്ടുകാരെ കാണാൻ വേണ്ടി വരികയായിരിക്കും. അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുമായിരിക്കും. അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. അതൊന്നും അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. അവർ അതൊക്കെ ചെയ്തു തരുമായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ പോവും. അപ്പോഴും ഈ നഷ്ടപ്പെട്ട വ്യക്തി പോയി അവരുടെ വീട്ടുകാർക്കും അത് പോയി എന്നുള്ളൊരു വശം ആക്ച്വലി ഉണ്ട്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് അയ്യേ ശോകം, ഇവൻ എന്ത് പറയണ, അയ്യയ്യയ്യയ്യേ തോന്നും. പക്ഷെ അങ്ങനെ തോന്നുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, അവനവൻ എന്തെങ്കിലുമൊക്കെ പറ്റുന്നവരെ, അല്ലെങ്കിൽ അവനവൻ കാരണം വേറെ വല്ലവർക്കും എന്തെങ്കിലും പറ്റുന്നത് വരെ ഈ രസവും സന്തോഷവും ആവേശമൊക്കെ ആക്ച്വലി ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ആക്ച്വലി ഉണ്ടാവില്ല. പിന്നെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക, അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല, എന്തൊരു അവസ്ഥയാണെന്നുള്ളത് നമുക്ക് പിന്നെ തോന്നിപ്പോകും. എന്തോരം ആൾക്കാരാണ് മരണപ്പെടുന്നത് ഇതുപോലെയുള്ള ഈ ആവേശം കാണിക്കലും ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ടുള്ള ആർമാദിക്കലൊക്കെ കാരണം എന്തോരം ജീവൻ ഇവിടെ പൊലിയുന്നുണ്ട്. മറ്റേ തലപതി വിജയുടെ ഒരു പടം ഇറങ്ങിയ സമയത്ത് തമിഴ്നാട്ടിലുണ്ടായ കാര്യം പറയണം. അവിടെ ഒരു പയ്യൻ വീണിട്ട് മരണപ്പെട്ടു. അതേപോലെ തന്നെ അജിത്തിൻ്റെ ഒരു പടം ഇറങ്ങിയ സമയത്ത് ഇതുപോലെ എന്തോ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെട്ടവന് പോയി, അത്രയേ ഉള്ളൂ. പൊതുവേ ഈ മരണം എന്ന് പറയുന്നത് ദുഃഖമാണ്. അപ്പോൾ ഈ അനാവശ്യ മരണവും കൂടി സംഭവിച്ചാലോ? അനാവശ്യ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നിന്ന, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആവേശമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മരണങ്ങൾ ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങളെയാണ് ഈ അനാവശ്യമായ മരണം എന്നുള്ള രീതിയിൽ ആക്ച്വലി പറയുന്നത്. അതും യങ്സ്റ്റേഴ്സാണ് മരണപ്പെടുന്നതെന്നേ. ആര് മരണപ്പെട്ടാലും ദുഃഖമാണ്. യങ്സ്റ്റേഴ്സ് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യങ്സ്റ്റേഴ്സ് കുറച്ച് സെൻസ് കാണിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യമൊക്കെ കാണിച്ച് അവനവന് റിസ്ക്കും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. വല്ലതും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാർക്കാണ് നഷ്ടം. ചത്തവൻ പോവും.
പക്ഷെ അതിൻ്റെ വീട്ടുകാർക്കാണ് ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ട് ഒരു ബോധം വിവരം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് പലർക്കും ഉണ്ടാവാറില്ല. ഉണ്ടാവാത്ത എന്താണെന്ന് വെച്ചാൽ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റാനുള്ള സാധ്യതകളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് പറ്റുമ്പോഴല്ലേ പണിയാവുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, കാർ ഓടിച്ചാൽ ചാവുന്നില്ലേ, ബൈക്ക് ഓടിച്ച് ഇടിക്കുന്നില്ലേ, അവിടെ പോയിരുന്നതാവില്ലേ. ഇതൊക്കെ ആണ്, ഇല്ല എന്നല്ല പറയുന്നേ. പക്ഷേ സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു സംഭവം ആക്ച്വലി ഉണ്ട്. ഈ സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു സംഭവം പലരും ഈ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് പോകുന്ന സമയത്ത് അങ്ങനൊരു കൺസേൺ എടുക്കാറില്ല എന്നുള്ളതൊരു ഇതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന നടൻ്റെ പടം വന്നതുകൊണ്ട് എനിക്ക് അവിടെ ചില്ലാക്കണം, മറ്റേ നടനെക്കാട്ടിലും ഹെവി ആവണം നമ്മുടെ ഫാൻസുകാർ, അല്ലെങ്കിൽ അവരുടെ ഫാൻസുകാരെക്കാട്ടിലും ഹെവി ആക്കണം എന്നുള്ള ചിന്തയാണ് പല ആൾക്കാർക്കും ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ കട്ടൗട്ട് വെക്കലും, എക്സ്ട്രാ വലിയ കട്ടൗട്ട് വെക്കലും, അതിൻ്റെ പൊക്കത്ത് കയറി നിൽക്കലും, ഡാൻസ് കളിക്കലും, പാലൊഴിക്കലും പരിപാടികളൊക്കെ ഇത്തരത്തിലുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരിൽ പലരും ഈ സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു സംഭവത്തിലില്ല, എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. കാർ ഓടിക്കുന്നതിലും ബൈക്ക് ഓടിക്കലും അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളതല്ല. ഇതെന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റിൽ ആൾക്കാർ ചെയ്യുകയാണ്. എക്സൈറ്റ്മെൻറ്റ് വർക്കാവുന്ന സമയത്ത് ഇവിടെ സൂക്ഷിക്കണതിനെ കുറിച്ചിട്ടല്ല ചിന്തിക്കുന്നത്. എൻ്റെ നടൻ എന്നുള്ളൊരു ഇതിലേക്കാണ് ആക്ച്വലി പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പണ്ടില്ലേ രജനീകാന്തിൻ്റെ ഫാനും പണ്ടെന്തോ കുറേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ ആളത് പ്രകടനത്തിൻ്റെ ഇടയിൽ മാത്രമുള്ള മരണമല്ല, അല്ലാതെ തന്നെ ഈ ഫാൻ ഫൈറ്റിൻ്റെ ഇടയിൽ തന്നെ എന്തൊക്കെയോ മരണങ്ങൾ പണ്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഈ രജനീകാന്തിൻ്റെ ഒക്കെ ടൈമിൽ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നത്. ഇതങ്ങനെ ഇത് വേറൊരു ഇതൊരു കാറ്റഗറി ടീം. പിന്നെ ഇപ്പം ലാസ്റ്റ് കേട്ടത് എന്താണ്, പുഷ്പ 2. അയ്യോ, അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയി. മകൻ വലിയ അല്ലു അർജുൻ ഫാനാണ്. മകൻ്റെ നിർബന്ധം, മകൻ്റെ ആഗ്രഹം എന്താണ് പറയുക, സഫലീകരിക്കാൻ വേണ്ടിയിട്ട് മകൻ്റെ കൂടെ അമ്മ സിനിമയ്ക്ക് പോയി. അങ്ങനെ അമ്മ മരണപ്പെട്ട് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഒക്കെ പെട്ടിട്ട്, ശ്വാസം മുട്ടൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, അതിൻ്റെയൊക്കെ ഇടയിൽ പെട്ടിട്ട് മരണപ്പെട്ടു പോയി. എന്തൊരു സ്ഥിതിയാണല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തൊരു സ്ഥിതിയാണ് അത്. അതാ പറയാം, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ആ പയ്യന് ഭാവിയിൽ എന്തൊരു റിഗ്രറ്റ് ആയിരിക്കും. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്, ഞാൻ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോയില്ലായിരുന്നു എങ്കിൽ, ഞാൻ കുറച്ച് ക്ഷമ കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്ര ആവേശം കാണിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മ നഷ്ടപ്പെടില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഒരു ആവേശം, എൻ്റെ ഒരു ആഗ്രഹം തീർപ്പാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ അമ്മ വന്നു, അങ്ങനെ ഞാൻ കാരണം അമ്മ മരണപ്പെട്ടു എന്നുള്ളൊരു തോട്ട് ആ പയ്യനെ ഹോണ്ട് ചെയ്യും. ഇത് ഞാൻ തമിഴ്നാട്ടിലായിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു വാചകം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം ഹേർട്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഇതിപ്പോൾ കേരളത്തിലായതുകൊണ്ടും അവർ കാണാൻ സാധ്യതയില്ലാത്തതായതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു വാചകം ഇവിടെ പറയാൻ കാരണം. ഈ ആവേശം മൂക്കുമ്പോഴേ, ഈ എക്സൈറ്റ്മെൻറ്റ് മൂക്കുന്ന സമയത്ത്, ഈ ഫാനിസം പരിപാടിയൊക്കെ ഇത് മൂക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ്. അവനവനും മരിക്കാനുള്ള സാധ്യതകൾ, അവനവന് അപകടം പറ്റാനുള്ള സാധ്യതകൾ, അവനവൻ കാരണം മറ്റൊരാൾക്ക് അപകടങ്ങൾ പറ്റാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. കാണിപ്പോൾ ഇതിലിപ്പോൾ എന്താണ്, തിയേറ്ററുകാർ, യെസ് ഓഫ് കോഴ്സ് തിയേറ്ററുകാർ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട്. എന്താണ് പറയുക, സിനിമ നടന്മാർ ആ വഴിയിലേക്ക് പോവാതിരിക്കണം. കാരണം ഓൾറെഡി ആവേശമാണ്, അതിനിടെ കൂടെ നടന്മാർ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആ ആവേശം കൂടുമെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് നമുക്ക് വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് പറയാമെന്ന് മാത്രം. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവേശം കൺട്രോൾ ചെയ്യുക, ബുദ്ധി ഉപയോഗിക്കുക, സാഹചര്യം മനസ്സിലാക്കിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സിനിമയൊക്കെ കാണാൻ വേണ്ടി പോവുക എന്നുള്ളൊരു സംഭവമാണ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യം. മനസ്സിലായ, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം വേവലാതിപ്പെട്ടിട്ടേ കാര്യമുള്ളൂ. എന്നാലേ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. മറ്റതൊക്കെ തിയേറ്ററുകാരും ഈ പറഞ്ഞ ആക്ടേഴ്സും ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായ, അത് നമുക്കൊന്നും പറയാനില്ല, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പറഞ്ഞിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണ്, നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുക. അവരൊക്കെ നടന്മാർ, അവർ കാശുണ്ടാക്കണം, അവർ സിനിമ ചെയ്തിട്ട് പോകുന്നു. നമ്മൾ ഈ ആവേശം മൂത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് മൂത്തിട്ട് നമ്മൾ ഡാൻസ് കളിയും ബഹളവും ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ പോയി പെട്ടിട്ട് എന്തെങ്കിലും കാണിച്ച് വല്ല പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ മറ്റൊരാൾക്ക് പരിക്ക് പറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ
മൊത്തത്തിലൊരു നഷ്ടവും റിഗ്രറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് പണ്ടാറടങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ബുദ്ധി ഉപയോഗിക്കുക, മൂള ഉപയോഗിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. എനിക്ക് ഇപ്പം ഈ ഫാൻ ഷോ എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ടെൻഷനാണ്. ഇപ്പോൾ ടെൻഷനാണ്. പണ്ടൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. പണ്ടൊക്കെ ആവേശമായിരുന്നില്ലേ. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വൈബായിരുന്നു. ഞാനും എൻ്റെ വീട്ടുകാരൊക്കെ പണ്ട് ചില സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഫാൻ ഷോയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നത്. രാവിലെ നേരത്തെ പോവും, ഫുള്ള് വെഹിക്കിലൊക്കെ ഇങ്ങനെ നിലവിളി പരിപാടിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അങ്ങനെ പോവും. അന്നത്തെ കാലത്ത് ഫീലിങ്ങിനെ കുറിച്ചാണ് പറയണം. അന്നതൊക്കെ വൈബായിരുന്നു, രസമായിരുന്നു, ആവേശം. ആ ദിവസത്തെ ആവേശം മാത്രമല്ല, തലേ ദിവസം തൊട്ട് തന്നെ നമ്മുടെ ഒരു ആവേശമൊക്കെ തുടങ്ങും. പ്രാന്താണ്, അന്നൊക്കെ പ്രാന്തായിരുന്നു. അന്ന് ഇങ്ങനെ പ്രാന്ത് മൂത്ത് ഇങ്ങനെ ചില സിനിമകളൊക്കെ അങ്ങനെ കാണാൻ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ മൂത്തിട്ട് ഒരു സിനിമ അങ്ങനെ അപകടങ്ങളൊന്നും പറ്റിയില്ല. കുറേ സിനിമകളൊന്നും കാണാൻ പോയിട്ട് അപകടങ്ങളൊന്നും പറ്റിയില്ല. സാധ്യതകൾ ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സിനിമയ്ക്ക് പോയപ്പോൾ അപകടം പറ്റി. ആ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത ഫാൻ ഫൈറ്റിലേക്ക് പോകുന്നതുകൊണ്ടാണ്. ആ ഒരു സിനിമ കാണാൻ വേണ്ടി പോയി. ഗേറ്റ് ഇങ്ങനെ അടച്ചിട്ടിരിക്കുക, റോഡ് മൊത്തം ഫില്ലാണ്. ഇത് കയറാൻ വേണ്ടിയിട്ട് ഫില്ലാണ്. തിയേറ്റർ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. മതിലിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അന്നൊന്നും ബോധമില്ല, ബുദ്ധിയില്ല. ഞങ്ങളുടെയൊക്കെ മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത്. അന്ന് വേണമെങ്കിൽ ഒന്ന് കാത്തിരുന്നിട്ട് ഗേറ്റ് തുറന്നിട്ട് ഉള്ളിൽ കയറാം, ഈ തിരക്കൊന്ന് മാറിയിട്ട് ഉള്ളിൽ കയറാം, ടിക്കറ്റൊക്കെ സെറ്റാണ്, ഉള്ളിൽ കയറാം, സീറ്റിൽ കയറിയിരിക്കാം എന്ന് ബുദ്ധി അന്ന് പ്രയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എവിടെ? അന്ന് ബുദ്ധിയല്ലല്ലോ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി അതാ പടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. അന്ന് ഗേറ്റ് തുറക്കണവരൊന്നും കാത്തു നിൽക്കാതെ കുറേ ആൾക്കാർ ചാടി, ഞങ്ങളും ചാടി. മതിലെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റാ. ചാടി വീണു. ഇവിടെ അങ്ങനെ മുറിഞ്ഞു, കാലും മുറിഞ്ഞു. താഴെ വീണാ കുഴപ്പമില്ല എന്ന് എണീച്ച് പോവാം. പക്ഷെ ഇത് വീണു. അത്രയും തിരക്കായതുകൊണ്ട് തന്നെ നമ്മുടെ പുറകിൽ കുറേ ആൾക്കാർ ചാടി ഓടുന്നുണ്ട്, മനസ്സിലായോ? ഓടുന്നുണ്ട്. ഈ ഓടണേൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീണ് കിടന്നിട്ട് നമ്മുടെ മേലിലേക്ക് ആൾക്കാർ ചവിട്ടിയിട്ട് പോവാണ്. ഇവിടെ താഴൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. നമ്മൾ ചവിട്ടാണ്ട പോകണം, എന്തെങ്കിലുമൊക്കെ പറ്റാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഞങ്ങളെപ്പോലത്തെ പൊട്ടന്മാർ വേറെയും കുറേ എണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരും ചിന്തിച്ചില്ല. അവർ നമ്മുടെ മേളിൽ കൂടെ ചവിട്ടി മെതിച്ചിട്ട് അങ്ങോട്ട് പോയി. എനിക്ക് നടുവിനിട്ടൊക്കെ നല്ല ചവിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഒരുത്തൻ്റെ കഴുത്തിൻ്റെ ഈ സൈഡിൽ ഇതിങ്ങനെ കിടക്കുക, ഇവിടെ അങ്ങനെ ചിരകി ചവിട്ടി കിട്ടിയിട്ട് അങ്ങനെ ചിരകി. കഴുത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു, ഭയങ്കര അവസ്ഥയായിരുന്നു അന്ന്. എന്താ പറയുക, ചവിട്ടും കുത്തും ആട്ടിയും ആരൊക്കെയോ ഒന്ന് തിമിർത്തിട്ട് പോയിട്ടുണ്ട്. പടമൊക്കെ കണ്ടു കിട്ടാ, പടമൊക്കെ രസമായിരുന്നു, എൻജോയ് ചെയ്തു. അന്നത്തെ ആവേശം ഉഷാറായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വേദനിച്ചിട്ടാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര വൃത്തികെട്ട അവസ്ഥയിൽ. പോരാത്തതിന് മഴയും. പിന്നെ വീട്ടിൽ കയറി വന്നപ്പോൾ ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒടുക്കത്തെ മേലുവേദന പറഞ്ഞാൽ ഭയങ്കര മേലുവേദന. അപ്പോൾ അതോടുകൂടിയിട്ട് മതിയായി. പറഞ്ഞു കഴിഞ്ഞാൽ മതിയായി പറഞ്ഞാൽ നിർത്തിയില്ല കേട്ടാ, നിർത്തിയൊന്നുമില്ല. പിന്നെയും ഫാൻ ഷോയിനൊക്കെ പോക്കും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു. അത് എന്തോ ദൈവകൃപ കാരണം, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രാർത്ഥന, അല്ലെങ്കിൽ എന്തോ അവനവൻ്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ പൊട്ട ബുദ്ധിയും അന്നത്തെ ഓരോ ആവേശവും അന്നത്തെ ഓരോ വാശിയും പരിപാടികളും അന്നത്തെ ഓരോ കാണിച്ചു കൂട്ടലൊക്കെ കാരണം ഈ ആവേശ പ്രകടനത്തിൻ്റെ ഒന്നും ഇടയിൽ എന്തോ ഭാഗ്യം കൊണ്ട് മരണപ്പെട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ജീവൻ പോയില്ല, അല്ലെങ്കിൽ അതിദാരുണമായ എന്താണ് പറയുമ്പോൾ ശാരീരിക അവസ്ഥയിലേക്കൊന്നും അന്ന് എത്തിയില്ല. എന്നാൽ ഒരു മണ്ടത്തരങ്ങളാണ് അന്ന്. ഞാൻ പറയട്ടെ, ഞാൻ ഈ ഫാൻ ഷോവിന് പോകുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആവേശം കാണിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തില്ല. ഞാൻ തുടക്കം തന്നെ പറഞ്ഞല്ലോ, നടന്മാരെയോ ഈ ഫാൻസിനെയോ ഫാൻ ഷോ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരെയോ ഒന്നും നമ്മൾ കുറച്ച് കാണുക അല്ലെങ്കിൽ അവരെ തെറ്റ് പറയുക, കുറ്റം പറയുക ഒന്നുമല്ല. പക്ഷെ പറയാൻ ജെനുവിൻലി ഓണസ്റ്റ്ലി ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കുക. ആവേശം നല്ലതാണ്. അത് കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആകുമ്പോൾ അമിതമായ ഒരു ആവേശത്തിലേക്കും ആക്ടിവിറ്റീസിലൊക്കെ കിടക്കുന്ന സമയത്ത് സൂക്ഷിക്കുക, എന്തും സംഭവിക്കാം. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഒന്നാമത് അങ്ങനെയാണത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതങ്ങനെയാണ്.
സൂക്ഷിച്ചത് നല്ലതാണ്. ഒറ്റ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അവനവൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറിയിരിക്കാം, ഒരു പടം ഇടും. ഇത് ഇത് പിന്നെ എന്താണ്, സിനിമ എവിടേക്ക് ഇറങ്ങി ഓടുകയൊന്നുമില്ലല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാവില്ലേ. വല്ല ക്ഷമയോട് പോയിട്ട് നിന്ന് കഴിഞ്ഞ് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എൻജോയ് ചെയ്യാനല്ലേ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിലും തിക്കും തിരക്കും ഒന്നും തള്ളും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി ഓടി പാഞ്ഞ് എന്തിനാണ് അവനവനും ഉപദ്രവം, ബാക്കിയുള്ളവർക്കും ഉപദ്രവം, ഈ വക കാര്യങ്ങൾ കാരണം. ഇപ്പോൾ എന്താണ് പറയുക, ഈ തിയേറ്ററുകളിലൊക്കെ ഇങ്ങനത്തെ അവസ്ഥയുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലത്തെ വിഷയം തെലുങ്ക് നാട്ടിലത്തെ അവസ്ഥയൊന്നും എനിക്ക് അറിയില്ല. നമുക്ക് പണ്ട് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ഉന്തും പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തിനാണത്? ആരോ പണ്ട് പറയണ കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ ആൾക്കാർക്ക് ക്യൂ നിൽക്കാൻ പോലും അറിയില്ല എന്ന്. എന്താണല്ലോ, എന്തിനു പറയണം. ഇവിടെ തന്നെ എന്താ പറയുക, ഞാൻ നമ്മളെല്ലാവരും ഓൺലൈനിൽ ബുക്ക് മൈ ഷോയിലും പരിപാടികളൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ തന്നെ മെല്ലെ 11:30 മണിക്ക് 10:15 ഷോയിനൊക്കെ ആയിരിക്കും പോകുന്നത്. എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആൾക്കാർ ഈ ഉള്ളിലേക്ക് കയറില്ലേ, നമ്മൾ സിനിമ ഹാളിലേക്ക് കയറില്ലേ, ആ ഏരിയയിലേക്കല്ല ഹാളിലേക്ക് നമ്മൾ കയറില്ലേ, ടിക്കറ്റ് കാണിച്ചിട്ട് കയറുന്നൊരു പരിപാടിയുണ്ട്. അവിടെ നിൽക്കുമ്പോഴേ ആൾക്കാർ ഉന്തുന്നത് എന്താ തൂറാൻ മുട്ടിയിട്ട് ഉന്തണം. അതിൻ്റെ അകത്ത് സിനിമ കാണാനാണ് എല്ലാവരും കയറിയിട്ട് പടം ഇട്ടോളൂ അവർ. പക്ഷെ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിലും ഇവർ പിന്നാലെ ഒന്ന് കിടന്ന് ഉന്തുന്ന്. എന്തിനായി ഉന്തണത് എന്നുള്ള മനസ്സിലാവുന്നില്ല. എന്തിനുന്തണേ ഇങ്ങനെ കിടന്ന് ഉന്തോടുന്ത്. ഞാൻ ഒരു തവണ ഒരു സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ പിന്നെ അത് ഉന്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ബുക്ക് ചെയ്തിട്ടില്ലേ, ഇത് കാണിച്ചു കൊടുത്താൽ കയറാൻ വേണ്ടി പറ്റും, ഉമ്മറത്തുള്ള ആൾക്കാർ പോട്ടെ, എന്തിനാ ഉന്തണത്? മാന്യമായ ഭാഷയെ ചോദിച്ച്. അപ്പോൾ പാവം അയാളുടെ ദയനീയമായ അവസ്ഥ എനിക്ക് മനസ്സിലായി. കാരണം അയാളല്ല ഉന്തണത്, അയാളുടെ പുറകുന്ന് അയാളെ ആൾക്കാർ ഉന്തുകണേ. അതാണ് മനസ്സിലായത്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കാണിച്ചു കൂട്ടലാണ്. ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഇതുപോലെ കോമ്പറ്റീഷനാണ്. ഇതുപോലെ കോമ്പറ്റീഷനാണ്, അറിയാത്തോണ്ട് ചോദിക്കണതാണ്. ഇതൊക്കെ ആർക്കും നമുക്ക് ഒരു ലാഭമില്ല. ഒരു സിനിമ നമ്മൾ പോയി കാണുമ്പോൾ ആസ്വദിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് ഈ കറന്നിട്ട് ഓടി ഉന്തി പൊളിഞ്ഞ് പണ്ടാറടങ്ങി എന്ത് കാര്യത്തിനാണ് മാറ്റിപ്പിക്കല്? കേരളത്തിൽ അങ്ങനെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ലേ പോണു അല്ലേ? എനിക്കറിയില്ല, അറിയാത്തതുകൊണ്ടാണ്. പറ്റാതിരിക്കട്ടെ, കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ അത്തരത്തിലുള്ള വാർത്തകൾ കേട്ടൊരു ഓർമ്മ എനിക്ക് ആക്ച്വലി ഇല്ല. സംഭവിക്കാതിരിക്കട്ടെ, ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ, ചെറിയ പരിക്ക് പോലും പറ്റാതിരിക്കട്ടെ. വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല ഉന്തും തള്ളിലും പെട്ടിട്ടൊക്കെ പണ്ടാറടങ്ങുക എന്ന് പറയുന്നത്. പറ്റാതിരിക്കട്ടെ. പക്ഷെ ഉണ്ടോ കേരളത്തിൽ ആർക്കെങ്കിലും ഒരു സിനിമ കാണാൻ വേണ്ടി പോയിട്ട് ഈ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും പരിക്ക് പറ്റി അല്ലെങ്കിൽ അങ്ങനെ അതുകാരണമായ അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും ഒക്കെ നമ്മൾ കൂടുതൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിക്കറിയില്ല അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്നുള്ളൊരു സംഭവം. പക്ഷെ ഉന്തം തള്ളും ആക്ച്വലി ഉണ്ട് കേട്ടോ ഇവിടെ. ഉന്തം തള്ളും അങ്ങനത്തെ പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട് ഇവിടെ. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല.